40 Rules of Love, Part 8. ഗുരു, ബാഗ്ദാദ്, ഏപ്രിൽ 1242. തബരീസിലെ ഷംസിന്റെ ആഗമനം ബാഗ്ദാദ് ശ്രദ്ധിച്ചതേയില്ല. എന്നാൽ ഞങ്ങളുടെ മിതമായ സൗകര്യങ്ങളിലുള്ള ദർവീഷ് സത്രത്തിൽ അദ്ദേഹമെത്തിയ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രധാന അതിഥികളുണ്ടായിരുന്നു. ഉന്നതനായ ന്യായാധിപൻ പരിവാരവുമായി സത്രത്തിൽ എത്തി. സൗഹാർദ്ദപരമെന്നതിനപ്പുറം ആ സന്ദർശനത്തിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഞാൻ സംശയിച്ചു. സൂഫിസത്തോടുള്ള ജഡ്ജിയുടെ അനിഷ്ടം പ്രസിദ്ധമായിരുന്നു. പ്രദേശത്തെ എല്ലാ സൂഫികൾക്കുമേലും അയാളുടെ കണ്ണുള്ളതുപോലെ ഞങ്ങൾക്കുമേലും അയാളുടെ ഒരു കണ്ണുണ്ടാകുമെന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ ജഡ്ജി ആഗ്രഹിച്ചു. ആ ജഡ്ജി ഒരു അതിമോഹിയായിരുന്നു. വീതിയേറിയ മുഖവും കുടവയറുമുള്ള അയാളുടെ ഉരുണ്ടു കുറുകിയ വിരലുകളിൽ ഓരോന്നിലും മോതിരമിട്ടിരുന്നു. അമിതാഹാരം നിർത്തേണ്ട സമയമായെന്ന് അയാളോട് നേരിട്ട് പറയാൻ ഡോക്ടർക്കു പോലും ധൈര്യമില്ലെന്ന് ഞാൻ സംശയിച്ചു. മതപണ്ഡിതന്മാരുടെ നീണ്ട പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന അയാൾ പ്രദേശത്തെ ഏറ്റവും സ്വാധീനശക്തിയുള്ള ആളുകളിലൊരാളായിരുന്നു. ഒരൊറ്റ വിധി കൊണ്ട് അയാൾക്ക് ഒരാളേക്കാൾ ഉയരത്തിലേക്ക് അയക്കാനാകും. കുറ്റകൃത്യങ്ങൾ എളുപ്പം മാപ്പാക്കി വേണമെങ്കിൽ ആരെയും തടവറയിലെ ഇരുട്ടിൽ നിന്ന് കൈപിടിച്ചുയർത്താനുമാകും. രോമക്കുപ്പായവും വിലകൂടിയ വസ്ത്രങ്ങളുമണിയുന്ന അയാളുടെ ഓരോ ചുവടിലും അധികാരഗർവമുണ്ടായിരുന്നു. അയാളുടെ ഇത്തരം പ്രകടനപരതയൊന്നും ഞാൻ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ സത്രത്തിലെ നല്ല നടത്തിപ്പിനായി സ്വാധീനമുള്ള ഈ മനുഷ്യനുമായി കഴിയുന്നത്ര നല്ല ബന്ധത്തിൽ പോകാനാണ് ഞാൻ ശ്രമിച്ചത്. നാം ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രതാപമുള്ള നഗരത്തിലാണ്. ഭക്ഷണം വായിലേക്ക് തള്ളിക്കയറ്റുന്നതിനിടെ ജഡ്ജി പ്രഖ്യാപിച്ചു. മംഗോൾ സൈന്യത്തെ പേടിച്ച് നാടുവിട്ട അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിയുകയാണ് ഇന്ന് ബാഗ്ദാദ്. നാം അവർക്കെല്ലാം സുരക്ഷിത താവളമൊരുക്കുന്നു. അങ്ങനെയല്ലേ ബാബാസമാൻ? ഈ നഗരം ഒരു മുത്താണ്, സംശയമില്ല, ഞാൻ ശ്രദ്ധാപൂർവം പറഞ്ഞു. എന്നാൽ നഗരങ്ങളും മനുഷ്യരെപ്പോലെയാണെന്നത് നാം മറക്കാതിരിക്കുക. അവ ജനിക്കുന്നു, ബാല്യത്തിലൂടെ കടന്നുപോകുന്നു, കൗമാരത്തിലെത്തുന്നു, വയസ്സാകുന്നു, ഒടുവിൽ മരിക്കുന്നു. ഇപ്പോൾ ബാഗ്ദാദ് അതിന്റെ യൗവനാന്ത്യത്തിലാണ്. ഒടുവിൽ ഖലീഫ ഹാറൂൻ അൽ റഷീദിന്റെ കാലത്തേതുപോലെ സമ്പന്നരല്ല നാം ഇപ്പോൾ. എങ്കിലും കവിതയുടെയും കരവിരുതിന്റെയും വ്യാപാരത്തിന്റെയും കേന്ദ്രമായി ഇപ്പോഴും നാം തുടരുന്നതിൽ അഭിമാനിക്കാനുണ്ടുതാനും. 1000 കൊല്ലത്തിനു ശേഷം ഈ നഗരം എങ്ങനെയായിരിക്കുമെന്ന് ആരറിഞ്ഞു? അപ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കും. എന്തൊരു അശുഭചിന്ത! തീറ്റ തുടരുന്നതിനിടെ ജഡ്ജി തലയാട്ടി നിഷേധിച്ചു. അബ്ബാസി ഭരണം നിലനിൽക്കും. നാം സമൃദ്ധി നേടുകയും ചെയ്യും. നമുക്കിടയിലെ ചതിയന്മാർ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ ഈ സ്ഥിതി തുടരുക തന്നെ ചെയ്യും. നമുക്കിടയിലും മുസ്ലിങ്ങൾ എന്ന് സ്വയം വിളിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അവരുടെ ഇസ്ലാം വ്യാഖ്യാനമാണ് അവിശ്വാസികളുടെ ഭീഷണിയേക്കാൾ അപകടകരം. ഞാൻ മൗനം പാലിച്ചു. അവരുടെ വ്യക്തിനിഷ്ഠവും നിഗൂഢാത്മകവുമായ ഇസ്ലാം വ്യാഖ്യാനം മൂലം സൂഫികളെയെല്ലാം കുഴപ്പക്കാരായിട്ടാണ് ജഡ്ജി കാണുന്നതെന്ന് ഒരു രഹസ്യമല്ല. അവർ ശരീഅത്ത് വകവെക്കുന്നില്ലെന്നും അക്കാരണത്താൽ താനടക്കമുള്ള അധികാരികളോട് ബഹുമാനമില്ലാത്തവരാണെന്നുമാണ് ജഡ്ജിയുടെ ആക്ഷേപം. ചില നേരം എനിക്ക് തോന്നാറുണ്ട്, ബാഗ്ദാദിൽ നിന്ന് അദ്ദേഹം എല്ലാ സൂഫികളെയും തൊഴിച്ചു പുറത്താക്കിയേക്കുമെന്ന്. നിങ്ങളുടെ കൂട്ടായ്മ കുഴപ്പമില്ലാത്തതാണ്. എന്നാൽ ചില സൂഫികൾ അതിനപ്പുറമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തന്റെ താടി തടവിക്കൊണ്ട് ജഡ്ജി ചോദിച്ചു. അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ദൈവത്തിനു നന്ദി, അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. ചെമ്പൻ തലയനായ പുതിയ ജോലിക്കാരൻ പയ്യനായിരുന്നു. അവൻ എന്നെ കണ്ണുകാട്ടി വിളിച്ച ശേഷം നമുക്കൊരു സന്ദർശകനുണ്ടെന്ന് ചെവിയിൽ പറഞ്ഞു. അലയുന്ന ഒരു ദർവീഷാണ്. എന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നു. മറ്റാരോടും സംസാരിക്കാനും കൂട്ടാക്കുന്നില്ല. സാധാരണ നിലയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ പയ്യന്മാരോട് പറയുക, പുതിയ ആളെ ശാന്തവും ആകർഷകവുമായ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. അതുപോലെ ചൂടുള്ള ഭക്ഷണം കൊടുക്കാനും അതിഥികളൊഴിയും വരെ അയാളോട് കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും. എന്നാൽ ജഡ്ജിയോടൊപ്പം തനിച്ചുള്ള സമയം കടുത്തതായി എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. ഒരു നാടോടി ദർവീഷ് മുറിയിലുണ്ടെങ്കിൽ അയാൾക്ക് വിദൂരദേശങ്ങളിൽ നിന്നുള്ള നിറമുള്ള കഥകളാൽ മുറിയിലെ പിരിമുറുക്കം ഇല്ലാതാക്കാനാകും. അതുകൊണ്ട് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ പയ്യനോട് നിർദ്ദേശിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു.
അടിമുതൽ മുടി വരെ കറുത്ത വസ്ത്രമണിഞ്ഞ ഒരാൾ മുറിയിലേക്കു നടന്നു വന്നു. പ്രായം പറയാനൊക്കാത്ത മെലിഞ്ഞ് ശുഷ്കിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് കൂർത്ത മൂക്കും ആഴമുള്ള കറുത്ത കണ്ണുകളും തിങ്ങിക്കൂടി ചുരുളുകളായി കണ്ണുകളിലേക്കിറങ്ങി നിൽക്കുന്ന ഇരുണ്ട മുടിയുമുണ്ട്. നീളമുള്ളതും മേലൊട്ടാകെ മൂടുന്നതുമായ മേലങ്കിയും കമ്പിളിയുടുപ്പും ആട്ടിൻതോലിന്റെ ഷൂവുമാണ് അയാൾ ധരിച്ചിരുന്നത്. അയാളുടെ കഴുത്തിനു ചുറ്റും ഒരുപാട് മന്ത്രച്ചരടുകളുണ്ടായിരുന്നു. സമൂഹത്തിന്റെ വിചാരണകളെ തീരെ ഗൗനിക്കാത്ത ഒരാളിദ്ദേഹമെന്ന് ഞാൻ മനസ്സിലാക്കി. നാടോടിയായോ യാചകനായോ ജനങ്ങളിയാളെ സംശയിക്കും. അതയാളെ ചെറുതായിപ്പോലും അലോസരപ്പെടുത്തുന്നതായി തോന്നിയിട്ടില്ലതാനും. സ്വയം പരിചയപ്പെടുത്തി അനുമതി കാത്ത് അവിടെത്തന്നെ കാത്തുനിൽക്കുന്നത് കണ്ടതോടെ വ്യത്യസ്തനാണ് അദ്ദേഹമെന്ന് എനിക്ക് ബോധ്യമായി. അദ്ദേഹത്തിന്റെ ആംഗ്യവിക്ഷേപങ്ങളിലും കണ്ണുകളിലും എല്ലായിടത്തും അത് എഴുതപ്പെട്ടിരുന്നു. അറിവില്ലാത്ത കണ്ണുകൾക്ക് നിസ്സാരവും ദുർബലവുമായ ഒരു ഓക്കുമരത്തിന്റെ വിത്തെന്നു തോന്നിയേക്കാമെങ്കിലും നാളത്തെ പ്രൗഢമായ തായ്തടിയെയും ശിഖരങ്ങളെയും ഇപ്പോഴേ വിളംബരം ചെയ്യുന്നതുപോലെ തുളച്ചുകയറുന്ന കറുത്ത കണ്ണുകളാൽ അദ്ദേഹം എന്നെ നോക്കി നിശ്ശബ്ദം തലകുലുക്കി. "ഞങ്ങളുടെ സത്രത്തിലേക്ക് സ്വാഗതം ദർവീഷ്. " എനിക്കെതിരെ മെത്തയിൽ ഇരിക്കാൻ ആംഗ്യം കാട്ടി ഞാൻ പറഞ്ഞു. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത ശേഷം ദർവീഷ് ഇരുന്നു. പിന്നീട് മുറിയിലുള്ള ഓരോരുത്തരെയും നോക്കി വിശദാംശങ്ങൾ നിരീക്ഷിച്ചു. ആ നോട്ടം ചെന്നുനിന്നത് ജഡ്ജിയിലാണ്. ഒരു നിമിഷം മുഴുവനും ഇരുവരും ഒന്നും പറയാതെ പരസ്പരം നോക്കിയിരുന്നു. ഇരുവരും എതിർപക്ഷങ്ങളായതിനാൽ എന്തായിരിക്കും അവർ പരസ്പരം വിചാരിച്ചിട്ടുണ്ടാകുക എന്നോർത്ത് അത്ഭുതം കൂറാതിരിക്കാൻ എനിക്കും സാധിച്ചില്ല. ചൂടുള്ള ആട്ടിൻപാലും മധുരമാർന്ന പഴങ്ങളും നിറയെ കാരക്കകളും നൽകിയെങ്കിലും ദർവീഷ് മര്യാദപൂർവം അതെല്ലാം നിരസിച്ചു. പേര് ചോദിച്ചപ്പോൾ താൻ തബരിസിലെ ഷംസ് ആണെന്നത് സ്വയം പരിചയപ്പെടുത്തി. മുകളിലും താഴെയും ദൈവത്തിനുവേണ്ടി തിരയുന്ന ദർവീഷാണെന്നും. "എന്നിട്ട് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞോ? " ഞാൻ ആരാഞ്ഞു. ഒരു നിഴൽപ്പാട് അദ്ദേഹത്തിന്റെ മുഖത്തുകൂടി കടന്നുപോയി. തലകുലുക്കി അദ്ദേഹം പറഞ്ഞു, "നിശ്ചയമായും അവൻ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. " ജഡ്ജിയുടെ നീരസം അദ്ദേഹം പുറത്തുകാട്ടാതിരുന്നില്ല. വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, "നിങ്ങൾ ദർവീഷുകൾ ജീവിതത്തെ ഇത്രയും സങ്കീർണ്ണമാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവം എല്ലാ വഴിയിലും നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്രയും കാലം ദൈവത്തെ അന്വേഷിച്ച് അലഞ്ഞു നടന്നത്? " ചിന്താധീനയായി ഷംസ് തെല്ലിട തല താഴ്ത്തിയിരുന്നു. ഒന്ന് നിശ്ശബ്ദനായ അദ്ദേഹം വീണ്ടും മുഖമുയർത്തിയപ്പോൾ ആ മുഖം പ്രശാന്തമായിരുന്നു, സ്വരം നിയന്ത്രിതവും. "അന്വേഷിച്ച് അവനെ കണ്ടെത്താനാവില്ലെന്നത് വസ്തുതയാണെങ്കിലും തിരയുന്നവർക്ക് മാത്രമേ അവനെ കണ്ടെത്താനാകൂ. " "വാക്കുകൾ കൊണ്ടുള്ള ഈ കളി," ജഡ്ജി പരിഹസിച്ചു. "ജീവിതം മുഴുവൻ ഒരേ സ്ഥലത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ദൈവത്തെ കാണാനാവില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് അസംബന്ധമാണ്. എല്ലാവരും നിങ്ങളെപ്പോലെ കീറത്തുണിയുമുടുത്ത് തെരുവ് തെണ്ടേണ്ട ആവശ്യമില്ല. " ജഡ്ജിയോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ വ്യഗ്രതപ്പെട്ടിട്ടാകണം മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കിടയിൽ ഒരു പരിഹാസച്ചിരി പൊട്ടിപ്പടർന്നു. മേലധികാരിയെ പ്രീണിപ്പിക്കാൻ മനുഷ്യർ നടത്താറുള്ള ആത്മവിശ്വാസമില്ലാത്ത അസന്തോഷം നിറഞ്ഞ പൊട്ടിച്ചിരി. എനിക്ക് അസ്വസ്ഥത തോന്നി. ജഡ്ജിയെയും ദർവീഷിനെയും ഒരുമിച്ചിരുത്തിയത് എന്തായാലും ഒരു നല്ല ആശയമായിരുന്നില്ല. എന്നെ തെറ്റിദ്ധരിച്ചതാവണം. സ്വന്തം നാട്ടിൽ തന്നെ താമസിച്ചാൽ ദൈവത്തെ കണ്ടെത്താനാവില്ലെന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരാൾ സ്വന്തം നാട്ടിൽ മാത്രം ജീവിച്ചാലും നിശ്ചയമായും ദൈവത്തെ കണ്ടെത്താനാകുന്നതാണ്. ലോകത്ത് ഒരിടത്തും സഞ്ചരിക്കാതെയും ലോകം മുഴുവനും കണ്ട മനുഷ്യരുണ്ട്, ദർവീഷ് പറഞ്ഞു. "അങ്ങനെ തന്നെ. " വിജയാഹ്ലാദത്തോടെ ജഡ്ജി പല്ലിളിച്ചു. എന്നാൽ ആ ഇളി പിന്നീട് ദർവീഷ് പറഞ്ഞത് കേട്ടതോടെ മാഞ്ഞുപോകുകയും ചെയ്തു. "ന്യായാധിപ, ഞാൻ പറയാനുദ്ദേശിച്ചത് ഇതാണ്. താങ്കൾ ഇന്ന് ധരിച്ചിട്ടുള്ളതുപോലെ ഒരാൾ തന്റെ രോമക്കുപ്പായത്തിനും പട്ടുവസ്ത്രങ്ങൾക്കും വിലകൂടിയ ആഭരണങ്ങൾക്കുമുള്ളിൽ കഴിഞ്ഞുകൂടിയാൽ ദൈവത്തെ കണ്ടെത്താനാവില്ല. " ഞെട്ടിക്കുന്ന ഒരു നിശ്ശബ്ദത മുറിയിൽ പരന്നു. ഞങ്ങൾക്കു ചുറ്റുമുണ്ടായിരുന്ന ഒച്ചകളും വീർപ്പുകളും എല്ലാം പൊടിയായി ഇല്ലാതായി. വലിയതെന്തോ സംഭവിക്കാനെന്ന പോലെ ഞങ്ങളെല്ലാം ശ്വാസമടക്കി. ഇതിലും ഞെട്ടിക്കുന്നത് എന്താണിനി വരാനെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. "ഒരു ദർവീഷിനു ചേരുന്നതിലും മൂർച്ചയേറിയ നാവാണ് തന്റേത്," ജഡ്ജി പറഞ്ഞു. "ലോകം മുഴുവൻ വന്ന് കഴുത്തിന് പിടിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ഒരു കാര്യം പറയേണ്ടതായി വന്നാൽ ഞാൻ പറയുക തന്നെ ചെയ്യും," ദർവീഷ് പറഞ്ഞു.
ജഡ്ജിയുടെ നെറ്റി ചുളിഞ്ഞു. തോളുകൾ വെട്ടിച്ച് വിയോജിപ്പ് കാണിച്ച് അയാൾ പറഞ്ഞു. "നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്തായാലും നിങ്ങളെപ്പോലെ ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. നഗരത്തിന്റെ പ്രതാപത്തെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ബാഗ്ദാദിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലമുണ്ടോ? " ഷംസിന്റെ നോട്ടം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സൗമ്യതയോടെ നീങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം വിശദീകരിച്ചു. "ബാഗ്ദാദ് ഗംഭീരമായ നഗരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഭൂമിക്കുമേൽ ഒരു സൗന്ദര്യവും എന്നേക്കും നിലനിൽക്കില്ല. ആത്മീയമായ എടുപ്പുകളിലാണ് നഗരങ്ങൾ പണിതുയർത്തിയത്. ഭീമാകാരമായ കണ്ണാടികൾ പോലെ നഗരങ്ങൾ അതിലെ താമസക്കാരുടെ ഹൃദയങ്ങളെ പ്രതിഫലിപ്പിക്കും. വിശ്വാസനഷ്ടം വന്ന് ആ ഹൃദയങ്ങൾ ഇരുണ്ടുപോയാൽ നഗരങ്ങൾക്ക് സൗന്ദര്യം നഷ്ടമാകും. ഇത് സംഭവിക്കുന്നതാണ്. എല്ലാക്കാലത്തും അങ്ങനെ സംഭവിക്കാറുണ്ട്. " എനിക്ക് തലകുലുക്കാതെ നിവൃത്തിയില്ലായിരുന്നു. തബരീസിലെ ഷംസ് താൽക്കാലികമായ തന്റെ ചിന്തകളിൽ നിന്ന് വഴിമാറി എന്റെ നേർക്ക് തിരിഞ്ഞുനോക്കി. ആ കണ്ണുകളിൽ സൗഹൃദത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ഉഷ്ണകാല സൂര്യന്റെ ചൂട് പോലെ അത് എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ആ വ്യക്തിത്വത്തിന് എന്തുമാത്രം യോഗ്യമാണെന്ന് അപ്പോഴാണ് എനിക്ക് വ്യക്തമായത്. ഒരു അഗ്നിഗോളം പോലെ അകമേ എരിഞ്ഞ് ആ മനുഷ്യൻ ഓജസ്സും ചൈതന്യവും പ്രസരിപ്പിക്കുന്നു. അദ്ദേഹം ശരിക്കും ഷംസാണ്, സൂര്യൻ. പക്ഷേ ന്യായാധിപന് മറ്റൊരു മനസ്സായിരുന്നു. "നിങ്ങൾ സൂഫികൾ എല്ലാത്തിനെയും സങ്കീർണ്ണമാക്കുന്നു. കവികളും തത്ത്വചിന്തകരും ഇതുതന്നെ. എന്തിനാണ് ഇത്രയധികം വാക്കുകളുടെ ആവശ്യം? ലളിതമായ ആവശ്യങ്ങളുള്ള ലളിതജീവികളാണ് മനുഷ്യർ. ജീവിതം പാഴായിപ്പോകാതെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ബാധ്യത നേതാക്കൾക്കുണ്ട്. ശരീഅത്ത് പൂർണ്ണതയോടെ നടപ്പാക്കുകയാണ് ഇതിന് വേണ്ടത്. ശരീഅത്ത് ഒരു മെഴുകുതിരി പോലെയാണ്," തബരീസിലെ ഷംസ് പറഞ്ഞു. "അത് നമുക്ക് ഏറെ മൂല്യവത്തായ പ്രകാശം തരുന്നു. ഇരുട്ടിൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാനാണ് മെഴുകുതിരി നമ്മെ സഹായിക്കുന്നതെന്ന കാര്യം നാം മറക്കരുത്. നാം എവിടേക്ക് പോകുന്നുവെന്നത് മറന്നിട്ട് പകരം മെഴുകുതിരിയിൽ ശ്രദ്ധിച്ചിരുന്നാൽ അതുകൊണ്ടെന്താണ് ഗുണം? " ജഡ്ജിയുടെ മുഖം കോടി. ആകുലതയുടെ ഒരു അലയടിയിൽ ഞാൻ അകപ്പെട്ട പോലെ തോന്നി. ശരീഅത്ത് നിയമപ്രകാരം ആളുകളെ വിധികരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലിയുള്ള ഒരാളുമായി ശരീഅത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് അപകടകരമായ ജലത്തിൽ നീന്തുന്നത് പോലെയാണ്. ഷംസിന് ഇക്കാര്യം അറിയില്ല എന്നുണ്ടോ? ദർവീഷിനെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഒഴികഴിവ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. "ഈ അവസ്ഥയ്ക്കു ചേരുന്ന ഒരു ചട്ടമുണ്ട്. " "എന്തു ചട്ടം? " അവിശ്വാസത്തോടെ ജഡ്ജി ചോദിച്ചു. തബരീസിലെ ഷംസ് നിവർന്നിരുന്നു. അദൃശ്യമായ ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതുപോലെ അദ്ദേഹത്തിന്റെ നോട്ടം ഒരിടത്ത് ഉറച്ചിരുന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു. "സ്വന്തം ധാരണകളുടെ ആഴമനുസരിച്ച് ഓരോ വായനക്കാരനും വിശുദ്ധ ഖുർആൻ ഗ്രഹിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലാകും. 4 തലത്തിലുള്ള ഉൾക്കാഴ്ചകളുണ്ട്. ആദ്യ തലം ബാഹ്യാർത്ഥമാണ്. ഇതാണ് ഭൂരിപക്ഷം മനുഷ്യർക്ക് ശീലമായത്. അടുത്തത് ബാത്വിൻ, ആന്തരിക തലമാണ്. മൂന്നാമത്തേത് ആന്തരികതയ്ക്ക് അകമേയുള്ള ആന്തരികമാണ്. നാലാമത്തെ തലമാകട്ടെ ഏറ്റവും ആഴമേറിയതിനാൽ അവ വാക്കുകളിൽ പറയാനാവില്ല. അതിനാൽ അത് വിവരണാതീതമായി നിലകൊള്ളും.